ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന പേപ്പറിലെ 4th മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ മെൻഷൻ ചെയ്തതുപോലെ 4th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക് ഡിസൈൻ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സ് ആണ്. സോ വേരിയസ് ഡിസൈൻ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് 4th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. 4th മൊഡ്യൂളിലെ ടോപ്പിക്സിനെ 4 സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, modular design and life cycle design approaches, application of biomimicry, aesthetics and ergonomics in design, value engineering, concurrent engineering and reverse engineering in design. So ഈ 4 ടോപ്പിക്സിലും ആദ്യത്തെ 3 ടോപ്പിക്സ് കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4th ടോപ്പിക്കായ വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇൻ ഡിസൈൻ. സോ ഈ 3 എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. So first topic, value engineering in design. So value engineering is a systematic method to improve the value of goods or products and services by using an examination of function. So value engineering എന്ന് പറയുന്നത് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡിനെയാണ് നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഗുഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡിനെയാണ് നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. വാല്യൂ എഞ്ചിനീയറിംഗ് aims at improving the value of a design. So value engineering ലെ മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഡിസൈൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ്. Value can be improved by enhancing the function or reducing the cost or both. So വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ ഓർ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് രണ്ടും, അതായത് പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യണം, കോസ്റ്റും റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ പ്രോഡക്റ്റിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാം, അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള കോസ്റ്റ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. സോ വാല്യൂ ഇസ് ദ റേഷ്യോ ഓഫ് ഫങ്ഷൻ ടു കോസ്റ്റ്, ഓർ ഇൻ അതർ വേർഡ്സ് നമുക്ക് വാല്യൂവിനെ ഫങ്ഷൻ ടു കോസ്റ്റ് റേഷ്യോ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് ഫങ്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ വാല്യൂ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഫങ്ഷൻ ടു കോസ്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഓൾസോ ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ വാല്യൂ അഡിഷൻ ക്യാൻ ബി ഡൺ ബൈ റെഡ്യൂസിംഗ് പാർട്സ് ഡ്യൂറിംഗ് ഡിസൈൻ ഓർ ബൈ ഇൻട്രൊഡ്യൂസിംഗ് സിമ്പിൾ ഡിസൈൻ മോഡിഫിക്കേഷൻസ് ടു അസിസ്റ്റ് ഇൻ മാനുഫാക്ചർ, അസംബ്ലി ഓർ ബൈ ചൂസിംഗ് ഇൻഎക്സ്പെൻസീവ് മെറ്റീരിയൽസ് എക്സെട്ര. സോ നമുക്ക് ഒരു പ്രോഡക്റ്റിൽ വാല്യൂ എഡിഷൻ അല്ലെങ്കിൽ വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ പ്രോഡക്റ്റിന്റെ ഡിസൈനിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കമ്പോണൻസിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ഡിസൈൻ മോഡിഫിക്കേഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ കമ്പോണൻസ് അസംബിൾ ചെയ്യുന്നത് നമുക്ക് ചേഞ്ചസ് വരുത്താം, ഓർ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം.
സോ ഇത്തരത്തിൽ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാ വാല്യൂ എൻഹാൻസ് ചെയ്യുന്നത്? ഡിസൈനിങ് പ്രോസസ്സിൽ വേരിയസ് പാർട്സിന്റെ നമ്പേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. കമ്പോണന്റ് പാർട്സിന്റെ നമ്പേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ദെൻ സിമ്പിൾ ഡിസൈൻ മോഡിഫിക്കേഷൻസ് കൊടുക്കാം. ദെൻ പാർട്സ് അസംബിൾ ചെയ്യുന്നത് ചേഞ്ചസ് വരുത്താം. ദെൻ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്പോണൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി സ്പാനർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആണ് ആൻഡ് ഓൾസോ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. ഓക്കെ, ഇനി ഒരു ഓർഡിനറി ചെയർ കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും വാല്യൂ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ചെയർ ആണ്. അഡ്ജസ്റ്റബിൾ ചെയറിന്റെ കേസ് വരുമ്പോൾ അതിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആണ്. ഇവൻ ദോ കോസ്റ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി അഡ്ജസ്റ്റബിൾ ചെയറിന്റെ പെർഫോമൻസ് വളരെ ഇംപ്രൂവ്ഡ് ആണ്. ഓക്കെ, അപ്പോ ഡിസൈനിങ്ങിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് or value is defined as the ratio of function to cost. Then next is concurrent engineering. Concurrent engineering, also known as simultaneous engineering, is a method of designing and developing products in which the different stages run simultaneously rather than consecutively. So concurrent engineering എന്ന് പറയുന്നത് it is also known as simultaneous engineering. So concurrent engineering എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈൻ പ്രോസസ്സിലെ വേരിയസ് സ്റ്റേജ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യാതെ പല സ്റ്റേജസും സൈമൾട്ടേനിയസ്ലി ചെയ്യുന്നതിനെയാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഡിസൈനിങ് സ്റ്റേജസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജസും ഒന്ന് കഴിഞ്ഞ് മറ്റത്, അത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ ചെയ്യാണ്ട് ഒന്നിലധികം സ്റ്റെപ്സ് ഒരേ സമയം ചെയ്യുന്നതിനെയാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. So it is the method of designing and developing products in which different stages run simultaneously rather than consecutively. So ഒന്നിനു പുറകെ ഒന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നതിന് പകരം പല സ്റ്റെപ്സുകളും ഒരേ സമയത്ത് ചെയ്യുന്നതിനെയാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കൺകറന്റ് എഞ്ചിനീയറിംഗ് decreases product development time and also the time to market, leading to improved productivity and reduced cost. So ഈ കൺകറന്റ് എഞ്ചിനീയറിംഗിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിസൈനിങ് പ്രോസസ്സിലെ പല സ്റ്റേജസും നമ്മൾ സൈമൾട്ടേനിയസ്ലി ചെയ്യുന്നത് കാരണം പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫൈനലി നമുക്ക് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെ എത്താനുള്ള സമയം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ഇടയ്ക്കുള്ള സ്റ്റേജസ് ഒരേ സമയം പല സ്റ്റേജസും ഒരേ സമയം ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡെവലപ്മെന്റ് ടൈം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗ് ടൈം കിട്ടും. സോ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം കിട്ടും. സോ ഇതുവഴി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൺകറന്റ് എഞ്ചിനീയറിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടൈം നമുക്ക് കുറയ്ക്കാം, മാർക്കറ്റിംഗ് ടൈം കൂട്ടാം, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം ആൻഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, then concurrent engineering is a long-term business strategy with long-term benefits to business. So concurrent engineering എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ബിസിനസ് സ്ട്രാറ്റജി ആണ്. അതൊരു ഷോർട്ട് ടേം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി അല്ല, ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്ന സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യലി കൺകറന്റ് എഞ്ചിനീയറിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം പല ഡിസൈനിങ്ങിന്റെ പല സ്റ്റേജസും നമുക്ക് ഒരേ സമയം ചെയ്യാന്ന് പറയുന്നത് ഇനിഷ്യൽ
ടൈമിൽ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ആ ഒരു ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സ്റ്റേജ് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി പല സ്റ്റെപ്സും സൈമൾട്ടേനിയസ്ലി ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ഒരു ലോങ് റണ്ണില് നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിസൈനിങ് പ്രോസസ്സിലെ വേരിയസ് സ്റ്റേജസിനെ ഒരേ സമയം ചെയ്യുന്നതിനെയാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേം ബിസിനസ് സ്ട്രാറ്റജി ആണ്. അപ്പോൾ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, മാർക്കറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, ആൻഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് കൺകറന്റ് എഞ്ചിനീയറിംഗിൽ അറിയേണ്ടത്. So next is reverse engineering in design. Reverse engineering, also called back engineering, is the process of extracting knowledge or design information from anything man-made and reproducing it or reproducing anything based on the extracted information. So reverse engineering എന്ന് പറയുന്നത് it is also known as back engineering. Back engineering എന്ന് പറയുന്നത് just engineeringന്റെ opposite. എഞ്ചിനീയറിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വേരിയസ് കമ്പോണന്റ് പാർട്സ് അസംബിൾ ചെയ്ത് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യും. Whereas in reverse engineering നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മാൻമെയ്ഡ് പ്രോഡക്റ്റിന്റെ വേരിയസ് പാർട്സിനെ ഡിസ്അസംബിൾ ചെയ്ത് അതിന്റെ ഓരോ പാർട്സും സ്റ്റഡി ചെയ്ത് ഓരോ കമ്പോണന്റ് പാർട്സിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന നോളജ് യൂസ് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്നും മറ്റൊരു പ്രോഡക്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. So it is the method of disassembling something and analyzing its components and working in detail. So തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിസൈൻ എഞ്ചിനീയറിംഗിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു മാൻമെയ്ഡ് പ്രോഡക്റ്റിന്റെ വേരിയസ് കമ്പോണൻസിനെ നമ്മൾ ഡിസഅസംബിൾ ചെയ്ത് അതിന്റെ ഓരോ പാർട്സും അനലൈസ് ചെയ്ത് ആ പാർട്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ പെർട്ടിക്കുലർ കമ്പോണൻസിന് ഡിസൈൻ മോഡിഫിക്കേഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഓരോ കമ്പോണന്റ് പാർട്സിന്റെയും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഡ്രോബാക്ക് റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ കമ്പോണന്റ് പാർട്സിനെ ഓൾട്ടർ ചെയ്ത് അല്ലെങ്കിൽ കമ്പോണന്റ് പാർട്സിൽ ചേഞ്ചസ് വരുത്തി അതിനെ പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് നമ്മൾ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഈ ഉണ്ടായിരുന്ന ഡിസഡ്വാൻറ്റേജസ് ഒക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസൈൻ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സിലെ 3 ടോപ്പിക്സ് ആയിരുന്നു. വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. സോ ഈ 3 ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.